ഹലോ, വെൽക്കം ബാക്ക് ടു സുഫേറ വ്ളോഗ്. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ എന്താ പരിപാടിയെന്ന് കണ്ടാലോ. അപ്പോൾ ഞാനിതവിടെ പായസം വെക്കണം കേട്ടോ. ചെറുപയർ പരിപ്പിൻ്റെ പായസമായിട്ട് വെക്കണം. മിക്കപ്പോഴും ഞാനത് തന്നെ വെക്കൽ. പിന്നെ ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മുബാറക്ക് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ചെറുപയർ പരിപ്പൊക്കെ കഴുകിയാണ്ട് വെള്ളം ചൂരാൻ വെച്ചിരുന്നു. അപ്പോൾ അത് വറുത്തുങ്ങാണ്ട് ഞാൻ കുക്കറിലിട്ടിട്ട് വിസിലടിക്കാൻ വേണ്ടി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണെങ്കിൽ എൻ്റെ മക്കളും കെട്ടിയവനൊക്കെ ഇവിടെ പള്ളിയിൽ പോകാൻ കേട്ടോ. നല്ല പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇവർ പള്ളിയിൽ പോയിട്ടോ. അങ്ങനെ മക്കളാദ്യം പോയി, പിന്നെ അവരപ്പച്ചും പോയിട്ടോ. അപ്പോൾ നമ്മളെ പായസം ഇവിടെ ഇതാക്കണം, വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ശർക്കര പാനി റെഡിയാക്കണം. അപ്പോൾ അതവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ശർക്കര പാനി ഒഴിച്ച് കൊടുത്തേക്കണം. പിന്നെ ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ തിളച്ച് വന്ന് നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിമുന്തിരി നെയ്യും ഒക്കെ വറുത്ത് കോരിങ്ങാണ്ട് അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഏലക്കായും പിന്നെ ചെറിയ ജീരകം പാടെ പൊടിച്ചങ്ങാണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ പായസക്കൂടെ റെഡിയായി. പിന്നെ ഇവിടെ അയൽവാസികൾക്കൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളും കുടിച്ചു. പിന്നെ കുട്ടികളുടെ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു, അവർക്കും കൊടുത്തു. അപ്പോൾ ഞങ്ങളിവിടെ പെരുന്നാൾ ഞങ്ങൾ വീട്ടിൽ കഴിക്കണില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ഇവർ അനിയൻ്റെ വീട്ടിലാട്ടോ കഴിക്കണത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടത് അവിടെ എത്തിയിട്ടോ. പിന്നെ നമ്മളെ കൂടെ മൂത്തച്ഛനും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവർ ഇവിടെ വണ്ടി ഉമ്മാൻ്റെ പേരെ കൊണ്ടുപോയി നിർത്താൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഞങ്ങളതിൻ്റെ അകത്ത് കയറി. അങ്ങനെ പിന്നെ അവർ വന്ന് പിന്നെ അതേ കോഴി പൊരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ വെറുതെ ഇവർ വന്ന് കണ്ടൊന്ന് ഇളക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറിൻ്റെ പരിപാടിയാണ്. അങ്ങനെ ചോറും എന്താ പറയുക ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചോറിങ്ങനെ ദമ്മൊക്കെ ഇട്ട് നമ്മൾ ഇളക്കി എടുക്കുകയാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് മൂത്തച്ഛൻ്റെ കുട്ടിയാണ്, അവൾ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ നിലത്ത് പായ വിരിച്ചിട്ട് ഇവിടെ എല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, പായൊക്കെ ഇട്ട് പിന്നെ കുട്ടികളും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ച് നല്ല റാഹത്തായി കേട്ടോ. അങ്ങനെ പാത്രം കഴുകലും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇത് അനിയൻ്റെ കുട്ടിയാണ് കേട്ടോ, ചെറുത്. അപ്പോൾ ഓൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ കുട്ടികളെ. അപ്പോൾ നമ്മൾ കുട്ടികളെ കിട്ടിയാൽ മതി വെക്കുക. അപ്പോൾ അതിൻ്റെ കളിയിലാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, മൂത്ത ആളെ ഭയങ്കര കാര്യമാണ് ഓൾക്ക്. അപ്പോൾ ഓളെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കളിച്ച് അങ്ങനെ പിന്നെ എല്ലാവരും കുറേ നേരം വർത്തമാനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ ഞാനങ്ങനെ മേലെ ഉമ്മാൻ്റെ അവിടെയൊക്കെ പോയി. അങ്ങനെ അവിടെ പോയപ്പോൾ അവർ ചെറിയ അനിയനും അവരൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അങ്ങനെ എന്താ പറയുക, അവരും പോകാൻ വേണ്ടിയിട്ട് വന്നിറങ്ങി. അപ്പോൾ പിന്നെ എല്ലാവരും ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും പാടെ നിന്നുകൊണ്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇവരും പോവുകയാണ് പറഞ്ഞ്, അനിയനും വൈഫും മക്കളും അവരും പോവുകയാണ് പറഞ്ഞ്. പിന്നെ ഞങ്ങൾക്കും പോകേണ്ടിന്. പിന്നെ മൂത്തച്ഛനും ഉണ്ടായിരുന്നു, അവരും പോകുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പിന്നെ ഓലിറങ്ങിയതിൻ്റെ ശേഷം ഞങ്ങളും എന്താക്കി, ഞങ്ങളും പോന്നു കേട്ടോ. പെരുന്നാളായതുകൊണ്ട് പിന്നെ എല്ലാവരും പോകണമല്ലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളും പോന്നു. പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിൽ വന്നിട്ട് മാറ്റിയിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ എൻ്റെ പെരേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ അങ്ങനെ വരുന്ന വഴിയിലാണ് കേട്ടോ. അന്നേരം ഇവിടെ ചെക്ക് പോസ്റ്റിൽ കുറേ നേരം നമ്മൾ പിന്നെ ഒന്ന് നിന്നു കേട്ടോ. എന്താ വെച്ചാൽ ചെക്കിങ്ങാണ്, ഭയങ്കര ചെക്കിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇലക്ഷൻ നടക്കുന്ന ടൈം ആയതുകൊണ്ട് ഭയങ്കര ചെക്കിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ വേഗം വിട്ടു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളങ്ങനെ പോന്നു കേട്ടോ. അപ്പോൾ ചെറുത് ഭയങ്കര ദുൽമല്ലായിരുന്നോ, പെരുന്നാളായതുകൊണ്ട് കുട്ടികളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ദുൽമായിരുന്നു. അങ്ങനെ അവന് വേഗം ഉറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങളിതേ ഇവിടെ ചേരമ്പാടിയൊക്കെ എത്തിട്ടോ. അപ്പോൾ നല്ല ചായ തൊട്ടൊക്കെ കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് അങ്ങനെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ നിന്ന് പന്തല്ലൂർ വന്നപ്പോൾ ഐസ് തിന്നണം കേട്ടോ. അങ്ങനെ എനിക്ക് മാംഗോ ബാർ ഇഷ്ടമുള്ളൂ, അപ്പോൾ അതുകൊണ്ട് അതന്നെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളത് നിന്ന്. പിന്നെ ഞങ്ങളിതവിടെ നാടണ്ണി വന്നപ്പോൾ ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ ചായ വേണ്ട പറഞ്ഞ് അങ്ങനെ എല്ലാവർക്കും കടി മാത്രം മതി പറഞ്ഞിട്ട് അങ്ങനെ നല്ല പരിപ്പ് വടിയും ഉഴുന്ന് വടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിന്നു. പിന്നെ പെരുന്നാളായതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ഫുള്ള് കാർ തന്നെ ഉള്ളേ. എന്താ പറയുക, ഭയങ്കര ബ്ലോക്ക്. നമുക്ക് പിന്നെ ഒന്നിനും പറ്റില്ല. അങ്ങനെ എന്താ പറയുക, തിരിഞ്ഞും മറിഞ്ഞും പോകാനൊന്നും പറ്റാത്ത ബ്ലോക്കായിരുന്നു രണ്ട് സൈഡിലും. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ വീട്ടിലെത്തിട്ടോ. അപ്പോൾ നമ്മളൊരു കുഞ്ഞു വ്ളോഗാണ്. പിന്നെ ഇത് ഇടാൻ വൈകിയത് അപ്പം എൻ്റെ വീട്ടിൽ പോയതുകൊണ്ട്, അതും കോട്ടേഴ്സ് ആയതുകൊണ്ട് അങ്ങനെ റൂമും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് വോയിസൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളത് കുഞ്ഞു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.